ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ താര ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് കിരണും കല്യാണിയും ചോദിക്കേണ്ട ആരാ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോഴേക്കും താര ഇങ്ങനെ ആലോചിക്കുകയാണ് സരയു വീട്ടിൽ വന്നതും അതുപോലെ തന്നെ സരയു തലതല്ലി പൊട്ടിച്ച കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിലും താര ഈ കാര്യം പറയുന്നില്ല കേട്ടോ. അറിയില്ല എന്നാണ് പറയുന്നത്, ആരാ ഇങ്ങനെ ചെയ്തെന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കിരൺ പറയുന്നുണ്ട്, താരാൻ്റെ സത്യം പറ, താരാൻ്റെ കണ്ടില്ല ആരാ പുറകെ തല അടിച്ചു പൊട്ടിച്ചെന്ന്. ഇല്ല കണ്ടില്ല എന്ന് പറയാണ്. കല്യാണിയും പറയുന്നുണ്ട്. അതിനുശേഷം കല്യാണി ചോദിക്കുന്നുണ്ട്, ഇല്ല ഓർമ്മയില്ലെന്നാണ് താര പറയുന്നത്. ശേഷം ഹോസ്പിറ്റലിൽ ഇറങ്ങിയ കിരണും കല്യാണി പരസ്പരം പറയുന്നുണ്ട്, താരാട്ടി എന്തൊക്കെയോ മറക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അതെ ശരിയാണ് എന്ന് പറയാണ്. ശേഷമാണ് നമുക്ക് വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും അവിടെ വേറൊരു സംഭവം നടക്കുകയാണ്. വേറെ ഒന്നുമല്ല, അവിടെ വിക്രം വന്നിരിക്കുകയാണ് നമ്മുടെ ദീപേനെ ഉപദ്രവിക്കാൻ വേണ്ടി, ദീപേനെ ഇല്ലാതാക്കാൻ വേണ്ടി. കിരണും കല്യാണി പോയ സമയത്ത് തക്ക നോക്കി വന്നിരിക്കുക കേട്ടോ വിക്രം. അങ്ങനെ കറക്റ്റ് സമയത്ത് കിരണും കല്യാണി ഇവിടെ എത്തുന്നത് കൊണ്ട് തന്നെ ദീപേനെ അവർ രക്ഷിക്കുവാണ്. അവിടുന്ന് പോകുന്ന വിക്രം വെല്ലു വിളിച്ചിട്ടാണ് പോകുന്നത്, നോക്കിക്കോ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ മോളുടെയും അതുപോലെ മരുമകനെ ചെയ്ത നിങ്ങൾ കത്തിക്കേണ്ടി വരും തള്ളേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിക്രം അവിടുന്ന് പോകുന്നത്. ദീപക്ക് അതിനകത്ത് വിഷമവും ടെൻഷനും ഒക്കെ ആവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വിക്രം ചെയ്തില്ല, അവൻ എന്തായാലും പകരം കൊടുത്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കിരണും കല്യാണിയും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. വീട്ടിൽ അതിക്രമിച്ച് കയറി സ്വന്തം അമ്മേനെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണ് മകൻ എന്ന് പറഞ്ഞ രീതിയിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വിക്രം ഒളിവിൽ പോവാട്ടോ. പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് പ്രകാശനെയും അമ്മുമ്മേനെയാണ്. ആ സമയത്ത് അമ്മ പറയണ്ടോ, ഇവരെ കൊണ്ട് തോറ്റിയുടെ പ്രകാശം നമുക്കൊരു സമാധാനം തരില്ല, എല്ലാം തകർന്ന് തരിപ്പാണ്ടിരിക്കുന്ന സമയത്തും അവൻ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളാകെ തകർന്നു പോകണല്ലോ പ്രകാശം എന്ന് പറയുമ്പോഴേക്കും അമ്മ അവനെ കുറ്റം പറയില്ല. അവന്റെ മനസ്സ് അത്ര വേദനിച്ചിട്ടുണ്ട് അമ്മ, അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകാശൻ അപ്പോഴും വിക്രത്തിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ കേട്ടോ. ഇങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവം വിക്രം ചെയ്താലും വിക്രം ചെയ്തൊക്കെ നല്ലതാണെന്ന രീതിയിലാണ് പ്രകാശം പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന വിക്രം നേരെ പോയി കണ്ട് സരയുവിനെയാണ്. അങ്ങനെ സരയും വിക്രം കൂടി കൈ കോർക്കുവാണ് ശത്രുക്കളെ എല്ലാവരെയും ഒരുമിച്ച് ഇല്ലാതാക്കാനായിട്ട്. അവരുടെ പൊതു ശത്രു കിരണും കല്യാണിയാണല്ലോ. അപ്പൊ ആദ്യം അവരെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി രണ്ടുപേരും പുതിയ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കുന്ന ഭാഗമായിട്ട് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.